ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ദേശീയ പാർട്ടി ഒരു സമുദായത്തെ വിളിച്ചുകൊണ്ട് പോയി ഒരു സമുദായ പാർട്ടി, ഒരു ഈഴവ പാർട്ടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടി ഒന്നിച്ച് അന്ന് കുമ്മനം രാജശേഖരൻ ചേട്ടന് എതിരായിട്ട് വട്ടിയൂർക്കാവിൽ പ്രവർത്തിച്ചു. വട്ടിയൂർക്കാവിലെ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് കൊണ്ട് നിർത്തി. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാല് ആര് വിചാരിച്ചാലും ജയിക്കാനും തോക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ ബാക്കി ഒരാൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിച്ചത് ശ്രീലേഖയെ നമ്മള് സംഘപരിവാറിന്റെ RSS നിയന്ത്രിക്കുന്ന ഒരു സംഘപരിവാറിന്റെ ഒരു ഐക്കണാക്കാൻ പറ്റില്ല, യോഗ്യത അവർക്കില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രധാന അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ദീർഘകാലം സ്വയം സേവനായിരുന്ന ഹിന്ദു പാർലമെന്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ CP സുഗതനാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ 2016 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞു പോയത്. തോറ്റിരുന്നെങ്കിൽ BJPയുടെ ചെയർമാൻ ഉൾപ്പെടെ പലരും ടീം തന്നെ മാറുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഇലക്ഷൻ തുടങ്ങുന്നത് തന്നെ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധിച്ചില്ല. അത് 2 അക്കമായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. അതിലേക്ക് BJPക്ക് എത്താൻ പറ്റിയില്ല. അതിന്റെ കാരണങ്ങൾ ഒരു സ്വയം സേവകൻ എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കും ഇപ്പോഴും ശാഖ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അനാലിസിസ് എന്താണ്? എൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോഴേ, ഞാൻ പലപ്പോഴും സത്യം തുറന്നു പറയുന്ന ആളാണ്. എനിക്കിപ്പോൾ ആരെയും സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫേവർ നേടാനോ ഒരു ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം കേരളത്തിലെ തുടങ്ങുന്നത്. അപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ പരമേശ്വരജിയുടെ കൂടെ ഞാൻ 22 വർഷം വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എപ്പോഴും നമ്മൾ സത്യം പറയാൻ ശീലിക്കണം, പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ആയിരിക്കണം. അതായത് നമ്മൾ സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷനിലും സത്യസന്ധമായിട്ടൊരു ഒരു നമ്മളൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർജിയും അതുകൊണക്ക് അവർ പറയുന്ന ലെവലിലേക്കുള്ള ഒരു വിജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ നമ്മൾ വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അസംബ്ലിയിൽ 3 താമര വിരിഞ്ഞു. ആ താമര വിരിയിച്ച ആള് 3 പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. വ്യക്തിപരമായിട്ട് അവരെ പറ്റി നമുക്ക് നല്ല അഭിപ്രായമുള്ളവരാണ്. അവരൊരു 30 പേരുടെ ഒരു എഫക്റ്റ് അവർ ചെയ്യും എന്നുള്ളത് ഇതാണ്. പക്ഷെ നമ്മൾ ഇലക്ഷനിലുള്ള റിസൾട്ടിനെ പറ്റി പറയുമ്പോഴേ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക്, അതൊരു പരാജയത്തിലേക്ക് കൊണ്ടു എത്തിച്ചത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള വിവരമില്ലായ്മയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതോ ഒരു വിവരമില്ലാത്ത ഗ്യാങ് അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബോധ്യമാണ്. അതെല്ലാവർക്കും അറിയാം ഇപ്പം ആരാണ് മിസ്ഗൈഡ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അതിനെപ്പറ്റിയൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ്. അപ്പോൾ പ്രശ്നം പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രശേഖർജി വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ ഏതോ ഒരു ചാനൽ ചർച്ചയിലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, താങ്കൾ ഇത് വായിച്ചാണ്. അതായത് അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, പ്രൊഫഷണലിസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ കേരള BJP നന്നാവും, അല്ലാതെ ഗ്രൂപ്പിസം ഇല്ലാതാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും എല്ലാം കൂടെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു വരവാണ് അദ്ദേഹത്തിൻ്റെ വന്നിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ കൂട്ട് തന്നെ അദ്ദേഹം ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ട് നടത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ ആ കഴിവിനുള്ളിലും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവര് പല കുഴപ്പങ്ങളും അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, വളരെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ശോഭാ സുരേന്ദ്രന് വട്ടിയൂർക്കാവില് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമായിരുന്നു. കാരണം വട്ടിയൂർക്കാവിൽ ഒരു ഷുവർ സീറ്റ് കിട്ടും. ഇത് തന്നെയല്ല, നമ്മുടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രൻ തോറ്റത്. അത് കുമ്മനം രാജശേഖരൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ.
അപ്പൊ കുമ്മനം രാജശേഖരൻ നിന്ന് തോറ്റതിന്റെ കാരണവും അറിയാമല്ലോ. 5000 ഞാനുണ്ടായിരുന്നു. 5000 താഴെ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അത് ചില പോക്കറ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ 5000 വോട്ട് അല്ല 2016 അതൊരു വിഷയം. 2016 കുമ്മനം ചേട്ടൻ അവിടെ ജയിക്കണ്ടായിരുന്നു വട്ടിയൂർക്കാവില്. പക്ഷെ വിഷയം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചിരുന്ന, ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന, വെള്ളാപ്പള്ളി സാറ് ചെയർമാൻ ആയിട്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ജാതി രാഷ്ട്രീയം വേണ്ട എന്നുള്ള സംഘപരിവാറിന്റെയും സമുദായ സംഘടനകളുടെ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ ഹിന്ദു ഐക്യം എന്റെ വഴിയെ വരാവൂ എന്നുള്ള ഒരു പ്രത്യേക ചിന്താഗതി വെച്ചിട്ട് വെള്ളാപ്പള്ളി സാറിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് അമിത്ഷാജിയുടെ അടുത്ത് പോയിട്ട് SNDPക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി, BDJS ഉണ്ടാക്കി. അത് ഏറ്റവും വലിയ തെറ്റാണ്. BJP ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ദേശീയ പാർട്ടി ഒരു സമുദായത്തെ വിളിച്ചുകൊണ്ട് പോയി ഒരു സമുദായ പാർട്ടി, ഒരു ഈഴവ പാർട്ടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടി ഒന്നിച്ച് അന്ന് കുമ്മനം രാജശേഖരൻ ചേട്ടന് എതിരായിട്ട് വട്ടിയൂർക്കാവിൽ പ്രവർത്തിച്ചു. ഞാനും അവിടെ പോയിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു ശിക്ഷ കിട്ടണമല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ തുറന്നു പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ സംഘപരിവാറിന്റെ ഐക്യത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യത്തെ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ റെപ്രസെന്റേഷൻ ഇല്ലായിരുന്നു എങ്കിൽ പോലും അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത 2016 ഇലക്ഷനിലെ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടെ ചേർന്നിട്ട് ഉമ്മനഞ്ചാട്ടൻ ഉൾപ്പെടെ എല്ലാരെയും പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് തന്നെ BJPക്ക് 7 MLA-മാരുണ്ടായിരുന്നു 2016. അത് ഇവരുടെ മണ്ടത്തരം കൊണ്ട് പറ്റിയതാണ്. പക്ഷെ വട്ടിയൂർക്കാവിലെ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് കൊണ്ട് നിർത്തി. അപ്പൊ അതൊക്കെ ചന്ദ്രശേഖർജിയുടെ മോളിൽ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്തതിന് ശേഷം കൊണ്ട് നിർത്തി. അപ്പൊ ചന്ദ്രശേഖർജി ഒറ്റയ്ക്കല്ല തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കോക്കസ് ആണ് ഈ തീരുമാനമൊക്കെ എടുക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഹിന്ദു പാർലമെന്റ് പറഞ്ഞത് യാതൊരു കാരണവശാലും ശ്രീലേഖ IPSനെ പോലുള്ള ഒരാള് ഒരു സംഘപരിവാറിന്റെ ഐക്യനാകത്തില്ല. സംഘപരിവാറിന്റെ ഐക്യനാകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നവ്യ ഹരിദാസിനെ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെപ്യൂട്ടി മേയറെ ആക്കാം. അതായത് സംഘപരിവാറിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ എനിക്ക് അനുഭവം ഉണ്ടല്ലോ. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ, ആറ്റുകാലിലെ വിഷയങ്ങളെ പണ്ട് ABVP പ്രവർത്തകരെ അവരുടെ പിള്ളേരുടെ ജീവിതം നശിപ്പിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമെന്ന് പറഞ്ഞാണ്. കാരണം ABVP-ക്കാരെ ഞാൻ റിലീസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ. അപ്പൊ സംഘപരിവാർ RSS ഒരു വൃത്തികെട്ട ഒരു വർഗീയതയാണെന്ന് പറഞ്ഞു നടന്ന സർവീസിൽ ഇരുന്നപ്പോ പറഞ്ഞ ഒരു സ്ത്രീയെ, ഒരു ഉദ്യോഗസ്ഥയെ നമ്മൾ പെട്ടെന്ന് സംഘപരിവാറിന്റെ ഐക്യനാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു മോഡൽസ് ഒരു വ്യക്തിയാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ശ്രീലേഖ എന്തോ വിളിച്ചത്. പക്ഷെ വട്ടിയൂർക്കാവിലെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് പറഞ്ഞു. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം ശ്രീലേഖ IPS ജയിച്ചിരുന്നുവെങ്കിൽ കോർപ്പറേഷനിൽ ഉള്ള ഭൂരിപക്ഷം വീണ്ടും നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കോൺസിക്വൻസും കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. അല്ല, ഇപ്പൊ ശ്രീലേഖ സർവീസിൽ ഇരിക്കുമ്പോ സംഘപരിവാറിന് എതിരായിരുന്നു. പോട്ടെ, നമ്മൾ ഇനി സംഘപരിവാറിന് എതിരായിട്ടുള്ള എല്ലാ കാലത്തും എതിരായി നിൽക്കണമെന്ന് നമ്മൾ പറയത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി വേണം. നമ്മൾ പ്രവർത്തകർ മാത്രം പോരാലോ, വെളിയിലുള്ളവരും വന്ന് ഇതുമായിട്ടൊക്കെ ജോയിൻ ചെയ്യണം, അർഹിക്കുന്ന സ്ഥാനം കൊടുക്കണം. പക്ഷെ അവരെ നമ്മുടെ എല്ലാം മറ്റുള്ള പ്രവർത്തകരുടെ മുകളിൽ ഇരുത്തിയിട്ട് അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ അടിയിലുള്ള പ്രവർത്തകർക്ക് കുഴപ്പമുണ്ടാകുന്നത്. ശ്രീലേഖയ്ക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുത്തുപോയോ എന്നൊരു തോന്നല് ബാക്കിയുള്ളവർക്കുണ്ടായി. അതിൽ നിന്ന് അപ്പൊ നമ്മൾ തന്നെ താങ്കളോട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, യാതൊരു കാരണവശാലും ശ്രീലേഖയെ വട്ടിയൂർക്കാവില് ഞങ്ങൾ ജയിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അതിന് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിവിടെ പരസ്യം വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് ശ്രീലേഖ തോക്കട്ടെ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സമുദായ സംഘടനകളുടെ പിന്തുണ ഇപ്പോഴും ഉണ്ട് ഹിന്ദു പാർലമെന്റിന്. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാല് ആര് വിചാരിച്ചാലും ജയിക്കാനും തോക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ ബാക്കി ഒരാൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിച്ചത് ശ്രീലേഖയെ നമ്മള് സംഘപരിവാറിന്റെ RSS നിയന്ത്രിക്കുന്ന ഒരു സംഘപരിവാറിന്റെ ഒരു ഐക്യനാക്കാൻ പറ്റില്ല, യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ അവരെ എതിരെ പ്രവർത്തിക്കും. ഇനിയിപ്പോ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം തന്നെ അവര് തന്നെ ഇരിക്കട്ടെ, അവരവിടെ നിന്ന് പഠിക്കട്ടെ. അവര് തന്നെ കൂടിപ്പോയി, അവരവിടെ നിന്ന് പഠിക്കട്ടെ. അവരെ വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ മോശക്കാരിയായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളുടെ നേതാവാകാനുള്ള യോഗ്യതയില്ല. ഇനി അടുത്തത് താങ്കൾ ചോദിച്ചാൽ അതിനോട് ഞാൻ മറുപടി പറയാം. അതായത് ഈ BJPക്ക് ഇപ്പൊ പറ്റിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞാല് BJPക്ക് സ്വന്തം സ്ട്രെങ്തിൽ നിൽക്കാൻ ഇനിയെങ്കിലും പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചന്ദ്രശേഖർജിക്ക് ഗ്രൗണ്ട് റിയാലിറ്റീസ് ബോധ്യപ്പെടുന്നില്ല.
കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ഒരു ദേശമാണിതെന്നും ഈ കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റിലാണ് BJP-യുടെ പ്രവർത്തകർ പോലും പ്രവർത്തിക്കുന്നതെന്നും ഈ കേരളത്തെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2020 എന്ന് പറഞ്ഞ പാർട്ടി, അദ്ദേഹം ഒരു ജെന്റിൽമാനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. 2 ബിസിനസ്സുകാർ കൂടി 3 ബിസിനസ്സുകാർ കൂടി കേരളം പിടിക്കാമെന്ന് അവരൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു. അതായത് നമ്മുടെ 2020 പാർട്ടിക്ക് 16 ലക്ഷം പേര് ഓൺലൈനിൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ കോക്രോച്ച് പാർട്ടി വന്നില്ലേ, കോക്രോച്ച് പാർട്ടിക്ക് 20 കോടി അല്ലെ 200 കോടി ആൾക്കാർ ഓൺലൈനിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. 200 കോടി എടുത്തു കഴിഞ്ഞാലും നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ഓൺലൈൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നത്തിങ്, വെറുതെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ മെമ്പർ ആയിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ആം ആദ്മിക്ക് പണ്ട് 20 ലക്ഷം പേരുടെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 16 ലക്ഷം പേര് ഓൺലൈൻ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ഈ അത് വിശ്വസിച്ചിട്ട് ആ പാർട്ടിക്ക് 19 സീറ്റ് കൊടുത്തു. അത് തൃപ്പൂണിത്തുറ പോലുള്ള സീറ്റുകള്, കൊടുങ്ങല്ലൂർ പോലുള്ള സീറ്റുകള്, കൊടുങ്ങല്ലൂർ നമ്മുടെ B. ഗോപാലകൃഷ്ണൻ ഒരു വർഷം കൊണ്ട് പ്രവർത്തിച്ചതാണ് അവിടെ. ഏറ്റുമാനൂർ പോലുള്ള സീറ്റുകള്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ 2020 BJP അല്ല BDJസും കേരളത്തിൽ അപ്രസക്തമായ 2 പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റുകളാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി BJP നേതൃത്വത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പഞ്ചസാരയും പാലും തമ്മിൽ ചേർന്ന മാതിരി ഒരു ചേർച്ച ഘടകകക്ഷികളും BJP-യും അവരുടെ നെറ്റ്വർക്കുമായിട്ട് ഉണ്ടായില്ല. വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ മോരും മുതിരയും പോലുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇവർ യോജിക്കാനുള്ള കാര്യങ്ങളുമില്ല, കാരണങ്ങളുമില്ല. ഇലക്ഷൻ സമയത്ത് മാത്രം തട്ടിക്കൂട്ടുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഇദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. നോർത്ത് ഇന്ത്യയില്, ഉത്തരേന്ത്യയിൽ ആ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് 10-20ഓളം സംഘടനകൾ പല ഏരിയകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാവരുടെയും എനർജിയും അവരുടെ ബലവും അവരുടെ റിസോഴ്സസും എല്ലാം കൂടെ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. ആ സമയത്താണ് അവിടെ ഇലക്ഷനിൽ ജയിക്കുന്നത്. നമ്മള് 2 MLA-മാരുമായി 2 MP-മാരുമായിട്ട് BJP-യിൽ ഇരുന്ന കാലം തൊട്ട് ഈ സംവിധാനത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ 2 പേരും. അന്നത്തെ ആ ഒരു സംഘപരിവാറിന്റെ ആ യോജിപ്പ് ഇവിടെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ BJP-യുടെ ഏറ്റവും വലിയ വിഷയം. അല്ല, അത് എക്സാക്ട്ലി യു ആർ 100% റൈറ്റ്. ഇപ്പൊ കേരളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഏറെക്കാലം വടക്കേ ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചപ്പോഴേ അവിടെ ഒരു വണ്ണസ് ഉണ്ട്. അതായത് പരിവാർ സംഘടനകൾ തമ്മിലൊരു വണ്ണസ് ഉണ്ട്. ഇവിടെ അങ്ങനല്ല. പരിവാറിൽ ആരാണ് വലിയവൻ അവിടെ പരിവാറിന്റെ ബൈഠക്ക് വിളിക്കുമ്പോൾ പരിവാറിന്റെ എല്ലാവരും ആ ബൈഠക്കിൽ ഉണ്ടാവും. അല്ല, ഇവിടെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പൊ BJP നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഇപ്പൊ നേരത്തെ BJP നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ PP മൂന്നേട്ടന്റെ കാലത്തായാലും അതിനു മുമ്പായാലും അത് നമ്മൾ ജയിക്കത്തില്ല. അവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വോട്ട് കൊടുത്തേക്കാം. നമ്മളതിനെ വോട്ട് കൊടുക്കുന്നത്, അതിനെ മറ്റുള്ളവർ നമ്മൾ വോട്ട് വിൽക്കുന്ന പാർട്ടി എന്ന് കളിയാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ വോട്ട് വിറ്റാലല്ല മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിൽ നിന്ന് ഒരു വലിയ മാറ്റം വന്നത് മോദിജിക്ക് ഒരു 10% വോട്ട് ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായി വന്നു. നമ്മുടെ സംഘപരിവാർ വോട്ടുകളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ BJP അനുകൂലികളായിട്ടുള്ളവർക്ക് ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ ഒരു BJP-യുടെ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി വന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായി വന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ് ക്രിസ്ത്യൻ വോട്ടുകള് നമുക്കവിടെ സമാഹരിക്കാൻ കുറച്ചൊക്കെ പറ്റി. പക്ഷെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ളത് ടോട്ടലി ഫാൾസ് ആയിപ്പോയി. ഒരു കാരണവശാലും ക്രിസ്ത്യൻ രാഷ്ട്രീയത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണെന്ന് ഇനിയെങ്കിലും BJP നമ്മൾ പഠിക്കണം. ഇപ്പൊ തന്നെ 2020-യുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടിരുന്ന ഒരാൾ പറഞ്ഞത്, നമ്മൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇടയിലുള്ള ഹിന്ദു ഔട്ട്റീച്ചിനാണ് ലക്ഷ്മിപ്രിയാണ് ആ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. ഇത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ഹിന്ദു പാർലമെന്റ് രൂപീകരിച്ചത് തന്നെ BJPക്ക് പൊളിറ്റിക്കൽ ശക്തി ഉണ്ടാക്കാനാണ്. എല്ലാ സമുദായങ്ങളിലും ഒരു 80% കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റുള്ളവരും ആണെങ്കിൽ ഒരു 20% അവിടെ ഉണ്ട്. അവരെ സമാഹരിച്ചു കഴിഞ്ഞാൽ ഒരു 100ഓളം ഹിന്ദു സമുദായങ്ങളുടെ 20% ഈസ് ഈക്വൽ ടു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിനെ ഉദ്ദേശിച്ചിട്ടാണ് 2016 ഹിന്ദു പാർലമെന്റ് രൂപീകരിച്ച നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു SNDP മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് BDJs ഉണ്ടാക്കിയതാണ് BJPക്ക് അന്ന് ഏറ്റവും വലിയ പരാജയമുണ്ട്. ഇന്നും അത് തുടരുകയാണ്. BJPക്ക് ലോക്സഭാ ഇലക്ഷനില് ഞാൻ ഒരൊറ്റ ഉദാഹരണം അങ്ങയോട് പറയാം. ലോക്സഭാ ഇലക്ഷനില് വിശ്വകർമ്മ സമുദായം
കേരളത്തിലെ NSS SNDP കഴിഞ്ഞാല് വിശ്വകർമ്മ സമുദായമാണ് ഏറ്റവും വലിയ സമുദായം. ആ സമുദായത്തിന്റെ നേതാക്കളുടെ വീട്ടിലെ ചന്ദ്രശേഖരജി പോയി ആഹാരം കഴിക്കുന്നു. വളരെ സൗഹൃദമായിരുന്നു. അപ്പൊ ആ സമുദായത്തെ കൂടെ നിർത്തണം. അതുകൊണ്ടൊക്കെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ചെറിയ ചെറിയ ഹിന്ദു സമുദായങ്ങളെ കൂടെ നിർത്തി ഹിന്ദു വോട്ട് സമാഹരിക്കാം, പ്ലസ് മോദിജിയുടെ 10% വോട്ടും കൂടെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് 11-12 സീറ്റ് വരെ കിട്ടിയേനെ, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയേനെ. പക്ഷെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ചന്ദ്രശേഖരജിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഇപ്പൊ അനൂപ് ആന്റണി തിരുവല്ലയിൽ വോട്ട് നേടി എന്ന് പറഞ്ഞു, 2ാം സ്ഥാനത്തും. ആ 2ാം സ്ഥാനത്ത് വോട്ട് വന്നേ അവിടെ ക്രിസ്ത്യൻസ് 2000-3000 പേരെ അയാൾ വോട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ഹിന്ദുക്കളാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഷോൺ ജോർജിനായാലും PC ജോർജിനായാലും വോട്ട് ചെയ്തവരുടെ ക്രിസ്ത്യൻ പെർസെന്റേജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഹിന്ദുക്കളാണ് അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ വോട്ട് ഒരിടത്തും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ തന്നെ ഹിന്ദു പാർലമെന്റ് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് ശ്രമിച്ചു. അത് ടോട്ടൽ പരാജയമായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിച്ചു. കാരണം ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ മറ്റ് മൈനോറിറ്റീസിനെയും വിശ്വസിച്ചുകൊണ്ട് BJPക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ള ഒരു വോട്ട് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. BJPക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഹിന്ദു സമുദായം പോലെ അല്ല ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾ. അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് അവർ കൊടുക്കേണ്ടടുത്തുനിന്ന് കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് അവർ വോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം, ശ്രീ PC ജോർജ് തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അവിടെ അന്ന് SDP അദ്ദേഹത്തിന്റെ സഖ്യകക്ഷിയാണ്. അവിടുന്ന് മുമ്പ് 6800ഓളം വോട്ട് പിടിച്ച SDP വോട്ട് പിടിച്ച ആ സംഘടിത ശക്തി കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഏകദേശം 1500 വോട്ടേ കിട്ടുള്ളൂ. അതായത് SDP വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവർ കൊടുത്തിരിക്കും, അല്ലാതെ ഹിന്ദു സമുദായത്തെ മാതിരി സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല. അത് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പോയി. വാട്ട് ഐ ആം സെയിങ്, ഇപ്പൊ ഇവിടെ ഈ ചന്ദ്രശേഖരന്, അതായത് BJPക്ക് തെറ്റി പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. ചന്ദ്രശേഖരജി എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് ആണ്. ഈ കേരളത്തിലെ ഇപ്പോഴീ BJPക്ക് ഉണ്ടാവേണ്ടിയിരുന്ന മുന്നേറ്റത്തിനെ അദ്ദേഹത്തിന്റെ ഫൂളിഷ്നെസ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷനിലെ വിശ്വകർമ്മ സമുദായം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു സമുദായങ്ങൾ നല്ല രീതിയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ സെറ്റപ്പ് ആക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു 10-12 ചെറിയ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അവരൊക്കെ കടലാസ് പുലികളാണോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവരെ കൂടെ നിർത്തി അവർക്കൊരു സ്ഥാനം കൊടുത്തു, അവർക്ക് ഓരോ സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ട് അവരുടെ ചെലവും വഹിച്ചിരുന്നെങ്കിൽ ആ വിഭാഗങ്ങൾ കുറേശ്ശെ ഇന്റിഗ്രേറ്റഡ് ആയിരുന്നു. അതിനു പകരം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് ഹിന്ദു വിഭാഗങ്ങളെ ടോട്ടലി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, BJP എന്ന് പറഞ്ഞ പാർട്ടിയിലെ ജയസാധ്യതയുള്ള നേതാക്കന്മാരെ വരെ തള്ളിപ്പള്ളത്തും കളഞ്ഞു. B. ഗോപാലകൃഷ്ണനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ചെങ്ങന്നൂരിലെ സന്ദീപ് വാചസ്പതിയെ ജയിക്കേണ്ട എവിടെ കൊണ്ട് തോക്കുന്നിടത്ത് കൊണ്ടിട്ടു. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ ഫെയിലറായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു. അതായത് BJPക്ക് 20% പരം വോട്ടുണ്ടായിരുന്നു. ആ വോട്ട് 14.8% കുറഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയ വോട്ട് 11%. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇനി 10-15 അല്ലെങ്കിൽ 7 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം വന്നു, 21 മണ്ഡലങ്ങളിൽ നമുക്ക് ഇത്ര വോട്ട് കിട്ടി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലിക ഒരു പ്രതിഭാസമാണത്. ഇത് എന്ന് വേണമെങ്കിൽ ഇല്ലാതാവാം. പക്ഷെ BJPയുടെ വളർച്ച വേണ്ടിയിരുന്നത് ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇപ്പൊ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. ഇപ്പൊ അനിൽജി കേട്ടിട്ടില്ലേ, താങ്കളുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങ് കേട്ടിട്ടില്ലേ, ഒരു ടോട്ടൽ വാറാണ്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധം ജയിക്കുന്നതിലാണ് കാര്യം. പക്ഷെ ചില സമയത്ത് യുദ്ധം ജയിച്ചാലും ചില ബാറ്റിൽ ഫീൽഡില് നമ്മൾ പരാജയപ്പെടും, നഷ്ടം വരും. ഇപ്പൊ 1971 യുദ്ധത്തിൽ നമ്മൾ ജയിച്ചതാണ്. പക്ഷെ ചിക്കൻ നെക്കില്, അതായത് ജമ്മു കാശ്മീരും പഞ്ചാബും കൂടെ യോജിക്കുന്ന ഒരു ചിക്കൻ നെക്കില് നമുക്ക് വലിയ പരാജയം ഉണ്ടായി, ഇല്ലേ? ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ തൊട്ട് അല്ലെങ്കിൽ ചിലടത്ത് നമ്മൾ പാകിസ്ഥാൻ അവിടെ വിജയിച്ചു. പാകിസ്ഥാൻ ചിക്കൻ നെക്കിലും അല്ലെങ്കിൽ വേറെ 1-2 ബാറ്റിൽ ഫീൽഡിലാണ് ജയിച്ചത്. ആ ബാറ്റിൽ ഫീൽഡിൽ പാകിസ്ഥാൻ അവിടെ ജയിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് ഇവിടെ 3 സീറ്റ് കിട്ടിയതിലൊക്കെ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ 5-6 സീറ്റിലൊക്കെ നമുക്ക് 2ാം സ്ഥാനം കിട്ടിയത്. പക്ഷെ ഇത് എന്ന് വേണമെങ്കിൽ നഷ്ടപ്പെടാം. വളരെ ഈസി ആയിട്ട് 2 അക്കത്തിലോട്ട് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 3-ൽ നിൽക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. BJPക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്, അത് പൊളിറ്റിക്കൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതിന് തെളിവ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമുക്ക് 900-ൽ പരം സീറ്റുകൾ ഉണ്ടായിരുന്നു.
ആ 900-ൽ പരം സീറ്റുകളിൽ 622 650 നമ്മൾക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും, പന്തള ഉൾപ്പെടെ. എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് കിട്ടി കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ ഉണ്ടായിരുന്ന എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും നമുക്ക് 1ാം സ്ഥാനമായിരുന്നു. അതെല്ലാം ഇപ്പൊ കൊണ്ട് കളഞ്ഞിട്ട് വേറെ ഇവിടെയൊക്കെയോ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറയുന്നില്ല. അടുത്ത ഇലക്ഷൻ വരുമ്പോ ഈ 1ാം സ്ഥാനം കിട്ടിയിടത്തെല്ലാം പോകും. ഏറ്റവും തൊട്ടടുത്തുള്ള നമ്മള് കാട്ടാക്കടയില് ഞാൻ പേഴ്സണലായിട്ട് അവിടെ മുഴുവൻ വിസിറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ 1ാം സ്ഥാനത്ത് എത്തിയ ഒരു മണ്ഡലമാണ്. അവിടെ ലൈവായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടള കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു അഴിമതിയായിരുന്നു. അത് നിക്ഷേപിച്ചിരുന്നവരെല്ലാവരും സഹാക്കളായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഈ ഇലക്ഷനില് കണ്ടള ഇലക്ഷനെ പറ്റിയിട്ട് ഞാൻ അവിടെ പോയി പ്രവർത്തകർക്ക് ചോദിച്ചാൽ പറഞ്ഞു, അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. അതെന്താ അറിയാത്ത? അല്ല, അതിപ്പോ ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് NDA ആണ്, മറ്റാണ് മറിച്ചാന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവിടെ വീണ്ടും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിപ്പിക്കാനാണ് നമ്മൾ കാട്ടാക്കട. അവിടെ വേറൊരു വിഷയം ഞാൻ അങ്ങയോട് രസകരമായൊരു വിഷയമാണ്. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഈ കൃഷ്ണദാസി കഴിഞ്ഞ തവണ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വോട്ട് പെർസെൻറ്റേജ് നല്ലൊരു ശതമാനം കൂടാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഈ കണ്ടല കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഘോട്ടാലയാണത്. ആ കണ്ടല വിഷയം ജനങ്ങളുടെ ഇടയിൽ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഈ അഴിമതിക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു. പക്ഷെ ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, CPM-ന്റെ അഴിമതി ഒന്നും കാട്ടാക്കട പറയാതിരിക്കാനുള്ള കാരണം, നമ്മുടെ ചന്ദ്രശേഖർജിയുടെ കൂടെ നിൽക്കുന്ന ഒരു അണ്ണൻ അവിടെ ഒരു 60 ലക്ഷം രൂപയുടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കില്, അറിയാമല്ലോ അത് ആണല്ലോ, അതിൻ്റെ അതിലെ ആരോപണത്തിൽ എത്ര ശരിയുണ്ട് തെറ്റുണ്ട് അത് സാങ്കേതികമായിട്ട് തെളിയിക്കാൻ പറ്റൂല എന്നുള്ള അറിയത്തില്ല. അപ്പൊ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. അതായത് ഞങ്ങളുടെ അഴിമതി നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ അഴിമതി ഞങ്ങളും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പലയിടത്തും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് നടത്തി. ഇനി അതെ, താങ്കളുടെ ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം കൂടെ ഞാൻ പറയാം. അതായത് 2020-ക്ക് ഈ ഓൺലൈൻ വോട്ടുകൾ മാത്രം, ഓൺലൈൻ മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ കുന്നത്തുകാട് ഒഴിച്ച് ബാക്കി ഒരിടത്തും വോട്ടില്ലായിരുന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ ജയിക്കേണ്ടിയിരുന്ന സീറ്റുകൾ പോലും കൊടുത്തത്. ആ കൊടുത്തത് അത്ര പരാജയമായിരുന്നു. അതോടുകൂടി ഒന്ന് സംഭവിച്ചത് എന്താണെന്നറിയോ? കേഡർ, BJP RSSന്റെ കേഡർ, അവരുടെ അനുഭാവികളെല്ലാം ഡിസപ്പോയിന്റഡ് ആയി, അവർ വോട്ട് ചെയ്യാൻ പോയില്ല. അതുകൊണ്ടാണ് 20% നിന്ന് 14% മൊത്തം വോട്ട് കുറഞ്ഞത്. ഇപ്പൊ തന്നെ BDJS-നെ മൊത്തം നിന്ന മണ്ഡലങ്ങളിൽ കംപ്ലീറ്റ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടികളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും ഹിന്ദുത്വയാണ് BJP-യുടെ. പണ്ട് സോമേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പട്ടിക്കൊരു പട്ടിത്വമുണ്ട്, BJP-ക്കൊരു BJP-ത്വമുണ്ട്, അല്ല ഒരു പശുവിനൊരു പശുത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് BJP-ക്ക് ഒരു BJP-ത്വമുണ്ട്. അത് ഹിന്ദുത്വയില് അടിയുറച്ച് നിന്നുകൊണ്ട് വേണമായിരുന്നു BJP പ്രവർത്തിക്കാൻ. മറ്റ് ഔട്ട്റീച്ചുകളെല്ലാം നിങ്ങളെ ഒന്നിനും സഹായിക്കത്തില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അതാണ് BJP-ക്ക് 11-10 സീറ്റ് കിട്ടേണ്ടിയിരുന്നത് 3-ലേക്ക് പോയത് നല്ലൊരു കാര്യമാണ്. പാർലമെന്റ് ഇലക്ഷനിൽ 11 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനം. ഇനി വേറൊരു കാര്യം, ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 12 സീറ്റ് വരെ BJP നേടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വട്ടിയൂർക്കാവ് ശ്രീലേഖയ്ക്ക് ഈ സീറ്റ് ആവശ്യമില്ലാതെ കൊടുത്തതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, താങ്കളോട് ഞാൻ പറഞ്ഞല്ലേ 3 സീറ്റാണ് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ കണക്കൂട്ടിയിരുന്നത് ഇതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗോപൻജിയുടെ വിജയമാണ് യഥാർത്ഥത്തിലുള്ള താമര വിരിയിൽ നടന്നിരിക്കുന്നത്. അദ്ദേഹം അധ്വാനിച്ചിട്ടാണ് ചെയ്തത്. ഇനി അതൊരു A ക്ലാസ് സീറ്റ് ആയിരുന്നെങ്കിൽ ഈ BJP-യുടെ വലിയ വലിയ നേതാക്കന്മാർ അത് കമന്നുകൊണ്ട് എടുത്തേനെ. മാത്രമല്ല അവിടെ ഈ SDP പോലുള്ള പാർട്ടികൾ ഏകോപനമുണ്ടാവും. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മള് യുദ്ധം തോറ്റു, പക്ഷെ ചില ഫീൽഡിൽ നമ്മൾ ജയിച്ചു. നമ്മൾ മൊത്തത്തിൽ BJP-യുടെ ഇലക്ഷൻ പരാജയം സംഭവിച്ചു. നമ്മൾ വോട്ട് പെർസെന്റേജ് കുറഞ്ഞു. സീറ്റിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ 3 സീറ്റിൽ ജയിച്ചു, 137 സീറ്റിൽ തോറ്റു. അതാണ് ഇങ്ങനെ പറയുന്നതാണ് നേരത്തെ. അതെ. പക്ഷെ അതിനെ വലിയ പ്രൊജക്ഷൻ കാണിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ അങ്ങ് അച്ചീവ് ചെയ്തു. ഞങ്ങൾ ചരിത്രത്തിലില്ലാത്ത കാര്യം. വലിയ ഒരു പരാജയം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പലയിടത്തും മുന്നോട്ട് നിന്നു. കഴിഞ്ഞ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനിലും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ ഒരു അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു പൂർണ്ണ പരാജയമായിട്ടത് മാറി. അല്ലാതെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാജയമായിട്ട് കാണുന്നുണ്ടോ, അതോ സംഘത്തിന് പറ്റിയ പരാജയമാണോ, അതോ കോർഡിനേഷന് പറ്റിയ പരാജയം? അല്ല, അത് ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സൃഷ്ടിക്കാൻ ലോക്സഭാ ഇലക്ഷനിൽ ആ ഒരു മുദ്രാവാക്യം ക്രിസ്ത്യാനികൾ നല്ല രീതിയിൽ അവിടെ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. പക്ഷെ ഇത്തവണ അത് നിലനിർത്താൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, BJP-ക്ക് കിട്ടേണ്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ അവിടെ ഇല്ലാതെ പോയി. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, അവിടെ ഒരു തലേദിവസി
ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് CPIയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒരു MLA അവിടെ കയറി നാട്ടികയിൽ. അദ്ദേഹം നമുക്ക് ബലിദാനികളെ ഉണ്ടാക്കിയ ഒരാളാണ്. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ RSSകാരെ കൊല്ലാൻ നടന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തലേദിവസം പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോഴേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ BJPയുടെ സാധ്യത ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരാണ്. ഇപ്പൊ വട്ടിയൂർക്കാവിലെ പ്രശ്നം കൂടെ പറഞ്ഞിട്ട് നിർത്താം. വട്ടിയൂർക്കാവിലെ ശ്രീലേഖ ഒരിക്കലും ഒരു ഹിന്ദുത്വയുടെ ഐക്യണാവത്തില്ല. അവരെ ഐക്യണാക്കാനുള്ള ശ്രമം നമ്മുടെ BJPയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ എതിർക്കാൻ പോയത്. അത് ഞങ്ങൾ നേരത്തെ ഡിക്ലെയർ ചെയ്തില്ല. ഞങ്ങൾ വളരെ രഹസ്യമായിട്ടായാലും ശ്രീലേഖ അവിടെ ജയിക്കരുതെന്ന് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അവിടെ വോട്ട് ചെയ്ത് ആരെങ്കിലും തോൽപ്പിക്കാനും ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഹിന്ദു സമുദായ സംഘടനകൾക്കുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഹിന്ദു പാർലമെന്റിന് അറിയാം. ഇപ്പൊ മുരളീധരൻ തന്നെ നമ്മളവിടെ യാതൊരു കാരണവശാലും മുരളീധരനെതിരായിട്ട് പ്രവർത്തിക്കാൻ പോയിട്ടില്ല. എതിരായിട്ട് പ്രവർത്തിക്കാൻ പോയിരുന്ന അദ്ദേഹം തോറ്റുപോയി. കാരണം ഏതെങ്കിലും 4 സമുദായത്തെ പിടിച്ചിട്ട് അവരുടെ ഒരു 100 പേരെ ഇറക്കിയിട്ട് ഞങ്ങളുടെ എല്ലാം സമുദായങ്ങളിൽ പോയിട്ട് പറയാണ് ഈ മുരളീധരൻ വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500-1000 വോട്ട് മറിയാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങള് ഈ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആൾക്കാരെ, ജയിപ്പിക്കാൻ പാടാണ്. പക്ഷെ ശ്രീലേഖ ഒരു കാരണവശാലും ജയിക്കരുതെന്ന് നമുക്കുണ്ടായിരുന്നു. അത് BJPയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഇതൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇനി ശ്രീലേഖ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് വട്ടിയൂർ മറ്റേ മണ്ഡലം ശാസ്ത്രമംഗലത്തെ മണ്ഡലം ബൈ ഇലക്ഷനിൽ അവർ ജയിക്കും. ഉറപ്പായിട്ട് അവര് ഇടതും വലതും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ജയിക്കും. ഇവിടുത്തെ നമ്മുടെ കോർപ്പറേഷൻ ഭരണം പോകും. തന്നെയല്ല, ജയിച്ച ശ്രീലേഖയെ മാനേജ് ചെയ്യാൻ നമുക്ക് വലിയ പാടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ വന്ന ആ വേദിയിൽ ഇവര് കാണിച്ച അഭ്യാസങ്ങളൊക്കെ താങ്കളും കണ്ടതല്ലേ? ഇവര് വെറുതെ ഇങ്ങനെ ഇവര് ഒരു ആശയപരമായിട്ടുള്ള അടിസ്ഥാനമൊന്നും ഉണ്ടായിട്ടൊന്നും വന്നതല്ല. അതേസമയം നമ്മള് അതുപോലെ തന്നെ 2 DGPമാരാണ്. 2 DGPമാരുണ്ട്. നമ്മുടെ ജേക്കബ് തോമസും നമ്മുടെ സെൻകുമാർ സാർ. അവർ ഐഡിയോളജിക്കലി കമ്മിറ്റ്മെന്റ് ആണ്. അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ BJPയിൽ വന്നവരാണ്. അവരെയാണ് നമ്മൾ പൂട്ട് പൂജിക്കേണ്ടത്. ആ ജേക്കബ് തോമസ് സാറൊക്കെ DGP ആയിരുന്നു. അവരൊക്കെ രാഷ്ട്രത്തിന്റെ ഹിതത്തിന് ഞങ്ങൾ BJPയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു വന്നിട്ടാണ്. അവരാണ് നമ്മുടെയൊക്കെ മോഡൽ, അല്ല ഈ പെണ്ണുമ്പിള്ളയല്ല. ഇവരെ ഒരു കാരണവശാലും പണ്ട് എന്നെ ABVPക്കാരെ ജാമ്യത്തിൽ ഇറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുമെന്ന് പറഞ്ഞ് എന്റെ വൈരാഗ്യത്തിലൊന്നുമല്ല. പല ആൾക്കാരും പറഞ്ഞ് നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ ഉറപ്പെട്ടത് വ്യക്തിപരമായിട്ട്. അങ്ങനല്ല, അവരെ RSSനെ വൃത്തികെട്ട ഒരു സംഘടനയായിട്ട് കണ്ട എന്നെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് BJPയിലേക്ക് ലാറ്ററൽ എൻട്രി വരരുതെന്നല്ല, എല്ലാവരും വരട്ടെ, എല്ലാവരും മാറി വരട്ടെ. പക്ഷെ അവരെ ഐക്യണാക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. മാത്രമല്ല, ആറ്റുകാൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മുൻപ് സ്വീകരിച്ച നിലപാടുകൾ ഹിന്ദുത്വ സമുദായത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്നിട്ടും കുറച്ച് വോട്ടൊക്കെ വന്നു. പക്ഷെ ജയിക്കണമെങ്കിൽ അവരെ കൊണ്ട് ആ മണ്ഡലം ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചപ്പോഴത്തേക്കും നമുക്കറിയാം. ഞാൻ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരയോട് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ വിശ്വകർമ്മരുടെ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു പാർലമെന്റ് പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ സെക്രട്ടറിയായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹിന്ദു സമുദായ നേതാക്കളുടെ ഒരു യോഗം വിളിക്കണം, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ എന്തെല്ലാം ആശ്വാസ പദ്ധതികൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് സുഹൃത്തിന് ഒരു യോഗം വിളിക്കണമെന്ന് പറയും. ഞാൻ 96 ഹിന്ദു സമുദായങ്ങളെയാണ് യോഗം വിളിച്ച് അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് വിശ്വകർമ്മയർക്ക് ഇന്ന പ്രൊജക്ടുകൾ കൊടുത്തു, അതുകൊണ്ടൊക്കെ മലയരയർക്ക് ഇന്നത് കൊടുത്തു. അപ്പൊ അതുകൊണ്ടൊക്കെ BJPക്ക് എന്തുകൊണ്ടൊരു ഹിന്ദു സമുദായ സംഘടനകളുടെ യോഗം വിളിച്ചുകൂടാ? ഹിന്ദു ഐക്യവേദി അല്ലത് വിളിക്കേണ്ടത്. BJP വിളിച്ചിട്ട് നിങ്ങൾ മലയരയരല്ലേ, നിങ്ങൾ മലയരയർക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം, ആദിവാസികൾക്ക് ഇന്നത് ചെയ്തു തരാം. അത് ഈ ഹിന്ദു ഐക്യവേദിക്കാരെ കൊണ്ടെന്താ ചെയ്യുന്നത്? ഹിന്ദു ഐക്യവേദി എന്താണ്? ആണ്ടിലൊരിക്കലെ പട്ടികജാതി പിന്നോക്ക നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിളിച്ചിട്ട് ഒരു ദിവസത്തെ ഊണ് കൊടുക്കും. അതിനപ്പുറത്തേക്കൊന്നും അവർ ചെയ്യുന്നില്ല. BJP വിളിച്ചിട്ട് കേന്ദ്ര പദ്ധതികൾ നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൊടുക്കണം. എന്റെ അനിൽജി, ഞാൻ അങ്ങയോട് പറയുന്ന ഇതാണ്, ഇനിയും കേരളത്തിലുള്ള ഹൈന്ദവ അടിസ്ഥാന ജനവിഭാഗങ്ങളെ BJPക്ക് പരിഗണിക്കാൻ പറ്റിയില്ല. ഹൈന്ദവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSും SNDP മാത്രമാണ് എന്നുള്ള ഒരു ചിന്താഗതിയും കൊണ്ട് ഈ BJP നടക്കാൻ പാടില്ല. ശക്തിയുള്ളവന്റെ മാത്രം കൂടെ നടന്നാൽ പോരാ. ശക്തിയില്ലാത്ത നമ്മുടെ ആദിവാസികളെ, അരുവിക്കര ആദിവാസികൾക്ക് വോട്ടുണ്ട്, അവിടെ ഒരു ആദിവാസിയെ നിർത്തി മത്സരിപ്പിക്കാൻ BJP പഠിക്കണം. അവന്റെ കാശില്ലെങ്കിൽ ആ ആദിവാസികൾക്ക് കാശ് കൊടുക്കാൻ തയ്യാറാവണം. കാശുള്ള സാബു ജേക്കബിനെ മാത്രം കണ്ടുപിടിച്ചിട്ട് ഇതുപോലൊക്കെയുള്ള വൃത്തികേടുകൾ കാണിച്ചത് കൊണ്ടാണ് മോദിജിക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന ഒരു പരാജയം ഇവിടെ ഉണ്ടായത്.
ഇത്രയേറെ നമ്മൾ സംസാരിച്ചിരുന്നത് കേരളത്തിലെ നമ്മൾ SWOT എന്ന് പറയും, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് എന്ന് പറയും. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് BJP നേരിട്ട പരാജയങ്ങളും അതിന്റെ കാരണങ്ങളുമാണ്. ഇത് നമ്മൾ ഇദ്ദേഹത്തിന് BJPക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാരങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഞാനിപ്പോ ഒരു സംഘത്തിന്റെ ഒരു സാധാ പ്രവർത്തകനാണ്, BJPയുടെ ഒരു അംഗം പോലും അല്ല. പക്ഷെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് 2-3 കാര്യങ്ങളാണ്. കഴിഞ്ഞ 40 വർഷത്തെ സംഘ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത് BJPയുടെ അടിസ്ഥാന ഹിന്ദുത്വയാണ്. ആ ഹിന്ദുത്വയിൽ നിന്ന് BJP വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഇപ്പൊ NSS SNDP ആർജിത ശക്തികളാണ്. അല്ലാത്ത ജനവിഭാഗങ്ങൾ ഒരു 62-65% വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങളെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും എറിഞ്ഞു കൊടുക്കാതെ അവരെ നമ്മൾ ഹിന്ദുത്വയുടെ ഇതിലേക്ക് നിലനിർത്തണം. അതിനുള്ള അവരെ പരിഗണിക്കണം. അതാണല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള, അത് തന്നെയാണ് ഹിന്ദു പാർലമെന്റ് പോലുള്ള പ്രസ്ഥാനങ്ങളെ രൂപീകരിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു നമ്മുടെ അയ്യപ്പ സംഗമം ശബരിമല അയ്യപ്പ സംഗമത്തില് കോൺഗ്രസിന്റെ പശ്ചാത്തലമുള്ള ഒരു സമുദായ നേതാവ്, നമ്മുടെ ഒരു സമുദായ നേതാവാണ്, കേരളത്തിലെ ധീവരസഭയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം അവിടെ വരുന്നു. അദ്ദേഹം അവിടെ വരുമ്പോൾ ധീവരസഭ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം ഓർത്തിരിക്കാൻ പറ്റിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേ ആ അയ്യപ്പ സംഗമത്തില് അദ്ദേഹത്തിന് 3ാമത്തെ നിലയിൽ കൊണ്ടിരുത്തുന്നത് ഞാൻ കണ്ടു. അതേസമയം വേറെ ഒരു തന്ത്രി വന്നു കഴിഞ്ഞപ്പോഴേ ആ തന്ത്രി ആ വേദിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേ വേദിയുടെ നടുക്ക് കൊണ്ട് അവരുടെ കൂടി ഇരുത്തി. അപ്പൊ ഈ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കണം. നമ്മളിതൊരു ഹൈന്ദവ പ്രസ്ഥാനം എന്ന് പറയുമ്പോഴേ ഇതൊരു പൂണൂല് സംസ്കാരമല്ല BJP RSS എന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിൽ അതിലൊരു മാറ്റം വന്നിട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളെ നമ്മൾ കൂടുതൽ പരിഗണിക്കണം. അവരുടെ കാശില്ല, അതുകൊണ്ട് അവർക്ക് ഇലക്ഷന് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് വിചാരിക്കണം. അവരെ കാശ് കൊടുത്തു തന്നെ നമ്മൾ ഇലക്ഷന് മത്സരിപ്പിക്കണം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ വോട്ട്, അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിലും അത് തന്നെ സംഭവിച്ചു. അതായത് BJP സ്വന്തം സ്ഥാനാർത്ഥികളെ, ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവിൽ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അപ്പൊ അത് BJPയുടെ കാര്യം നോക്കണം. ബാഹ്യശക്തികളുടെ പ്രഷറിന് വഴങ്ങിയിട്ട് അവരെ പാലക്കാടേക്ക് മാറ്റിയപ്പോൾ അവിടെയും പല സപ്പോർട്ട് അത് വേണം. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 100 പേരെ സമുദായ സംഘടനകളിൽ നിന്നും അവിടെ ഇറക്കി വോട്ട് പിടിക്കാൻ ആരംഭിച്ചു. അപ്പൊ അവിടെ പലയിടത്തും വോട്ട് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇലക്ഷൻ 5 ദിവസമേ ബാക്കിയുള്ളൂ. അവിടെ ആ സമയം വരെ അവിടെ BJPയുടെ ആൾക്കാർ നോട്ടീസ് കൊണ്ട് ചെന്നിട്ടില്ല. കാരണം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേ പാലക്കാടെ പല പ്രവർത്തകരെയും തൊട്ടടുത്തുള്ള മലമ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രന് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയം വന്നതോടുകൂടി ഞാൻ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി എന്റെ സംഘടനയിൽ നിന്ന് ഞങ്ങൾ ആരോടും കാശ് വാങ്ങിക്കാതെ ഞങ്ങൾ അവര് പ്രവർത്തിക്കാൻ വേണ്ടി ആളിനെ വിട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് BJPയുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കപ്പെടുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മളിപ്പോ 80% വോട്ട് ആവറേജ് ഇപ്പൊ ചെയ്തു, അല്ലെ 78% കേരളത്തില് വോട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ചെയ്യാതിരിക്കുന്ന വോട്ട് ഒരു 20% ആണല്ലോ, അല്ലെങ്കിൽ ഒരു 24% ആണ്. ഞങ്ങൾ ഒരിക്കല് നമ്മുടെ ഹിന്ദു പാർലമെന്റിന്റെ നമ്മുടെ ഇന്റലക്ച്വൽ വിങ് ഇങ്ങനെ ഒരു സർവേ നടത്തി നോക്കി. അതായത് എന്താണ് ഈ വോട്ട് ചെയ്യാതിരിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് 99.8% ചെയ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ വോട്ടും BJPയുടെ വോട്ടിന്, അതായത് വോട്ട് ചെയ്യാതിരിക്കുന്ന 90% പരം ആൾക്കാരും BJP കേഡറാണ്, സംഘപരിവാർ കേഡറാണ്. അതായത് ഇപ്പൊ ചില മണ്ഡലങ്ങളിൽ 25,000 മുതൽ 30,000 വരെ വോട്ടുകൾ ചെയ്യപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 90% നമ്മുടെ ആൾക്കാരാണ്. ഈ കഴിഞ്ഞ ഇലക്ഷനിലെ BDJSന്റെ സ്ഥാനാർത്ഥികൾ നിന്നിടത്തൊന്നും BJPക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അത് എടുത്തു നോക്കിയാൽ മതി. അവിടെ വോട്ട് ചെയ്യാതിരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ 2020യുടെ ആൾക്കാർ, 2020ക്ക് ആളില്ല, ഒരിടത്ത് ഒരു മെമ്പർ പോലും, ഒരു അംഗം പോലും ഇല്ലാതിരിക്കുന്നിടത്തും അവരുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞപ്പോഴേ BJPക്കാരൊന്നും പ്രവർത്തിക്കാനും പോയില്ല, വോട്ട് ചെയ്യാനും പോയില്ല. അപ്പൊ BJPയുടെ കേഡർ സ്ട്രെങ്ത്, RSSന്റെ കേഡർ സ്ട്രെങ്ത് എവിടെയെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ ഡോസി ശബരിമല
സോറി, ഗുരുവായൂരിലെ 2 ലക്ഷം പേര് വന്നിരുന്നു, അല്ലെ 3 ലക്ഷം പേര് വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 3 ലക്ഷം പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടല്ല, അത് BJPയുടെ വോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇലക്ഷൻ ദിവസം നമ്മൾ ഒന്നില് മൂന്നാറിന് ടൂർ പോവുക നമ്മുടെ ആൾക്കാര്, അല്ലെന്നുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോവുക. അപ്പൊ ഇലക്ഷനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് BJP പൊളിറ്റിക്കൽ അവർക്ക് വിദ്യാഭ്യാസം അവരുടെ കേഡറിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ BJPയിലെ അതായത് BJPയുടെ നേതൃത്വം എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പഠിക്കണം. ഇപ്പൊ BJPയിൽ ഗ്രൂപ്പിസം ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇല്ലെന്ന് പറയുമ്പോഴേ ഇപ്പൊ ചന്ദ്രശേഖരെ കാണാൻ പറ്റത്തില്ല. അവിടെ ചില ഗാങ്ങുകളാണ് കാര്യങ്ങൾ നോക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴേ ഈ ചില എല്ലാ കാലത്തും ഞങ്ങള് തന്നെ മത്സരിക്കും. ഐ വുഡ് ലൈക്ക് ടു നെയിം കുറച്ച് ആൾക്കാരുടെ ഞാൻ പേര് പറയാം. കുമ്മനം ചേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയൊന്നും മാറി നിന്നുകൂടെ? എല്ലാ കാലത്തും വലിയ A ക്ലാസ് സീറ്റ് നോക്കി നടക്കുകയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ചാത്തന്നൂരില് B ഗോപകുമാർ ജയിച്ചതാണ് BJPയുടെ യഥാർത്ഥ താമര വിരിഞ്ഞത്. B ഗോപകുമാർ സ്വന്തം അസ്തിത്വം തെളിയിച്ച് അവിടെ നിന്ന് അത് എങ്ങാണ് A ക്ലാസ് മണ്ഡലം ആയിരുന്നു എങ്കിൽ, നേരത്തെ അത് A ക്ലാസ് മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഗോപനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സീനിയർ ലീഡർമാർ അവിടെ കയറി ജയിക്കാൻ വന്നേ. അപ്പൊ ഇതൊക്കെയാണ് BJPയിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ 1 by 1 ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ BJP തയ്യാറാകണം. സംഘടനാപരമാണ് അതൊക്കെ. അത് RSSുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് BJP അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. സ്വന്തം വോട്ട് 100% ഒത്തില്ലെങ്കിലും 90% പോൾ ചെയ്യിക്കാൻ അവർ ഇന്നും ശീലിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും കാര്യം. നന്ദി, നമസ്കാരം.